ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പനീർ മസാലേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, വലിയ ഒരു തക്കാളി, 2 വെളുത്തുള്ളി, മല്ലിയില, പിന്നെ നമ്മളെ പനീർ എടുത്തിട്ട് അതിന് മഞ്ഞൾ, മുളക്, കുറച്ച് മസാലപ്പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക്. ഈ തക്കാളീനെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. തക്കാളിയും ഉള്ളി, പച്ചമുളകും ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു പച്ചമുളകുണ്ട് മുറിച്ചിട്ടിട്ട്, അത് അടിയിലായിട്ട് കാണാൻ അതാണെന്ന് പറയാം. ഇതാ കണ്ട പച്ചമുളക്, ഇതാ പച്ചമുളകുണ്ട്, ഒരു പച്ചമുളക്. അപ്പോൾ ഇതിനെ ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരും. തക്കാളിനെ വേറെ ഒന്നും അരക്കുന്നില്ല, തക്കാളിനെ. ഓക്കെ, അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. തക്കാളി ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പനീരൊന്ന് ചെറിയ തോതിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് പാൻ വെക്കട്ടെ. ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അധികം വേണ്ട, ചെറിയ തോതിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലല്ല ആക്കുന്നത്, കുറച്ച് നെയ്യാണ് ഞാനിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. നിങ്ങളെല്ലാം എന്നാ എടുക്കുന്നത് എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തർ ബട്ടറാക്കും, അപ്പോൾ അത് പനീർ ബട്ടറാണ് ഉണ്ടാവുക. ഇത് വെറും പനീർ മസാല. അപ്പം ഞാൻ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ. അപ്പം അതെല്ലാം അടി ഒന്നാക്കട്ടെ. അന്നതിനെ ഇത് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്യാൻ ഒന്ന് അധികം വേണ്ട, ഒരു ചെറിയ തോതിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് സിമ്മിലാക്കി വെക്കാം. അധികം തീ കൂട്ടി വെക്കുന്നില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് നമുക്കിനി ഉള്ളിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി വഴറ്റാൻ ഞാൻ കുറച്ച് നെയ്യ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ, അതാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ഞാൻ ഉണ്ടാക്കി നോക്കി, അപ്പോൾ ടേസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളി വഴറ്റാനുള്ള ഉപ്പിട്ട് കൊടുക്കും. പനീറിന് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഉപ്പ് ആക്കിയതുകൊണ്ട് വേഗം നല്ലോണം വഴന്ന് വരും. ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലോണം ആവട്ടെ. അപ്പോൾ അതവിടുന്നാവട്ടെ. അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്, ഉള്ളി റെഡിയായോ. നല്ല കണ്ടീഷൻ ആയില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. ഒരിക്കലും കൂടി അടച്ച് വെച്ചാകുമ്പോഴത്തേക്ക് ഉള്ളി റെഡിയാവും. ഒരിക്കലും കൂടി അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഏകദേശം ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്മിലാക്കിയിട്ട് തന്നെയാണ് ഉള്ളത്, ഞാൻ തീ കൂട്ടിയിട്ടൊന്നും വെച്ചിട്ടില്ല. ഉള്ളി വഴണ്ടി വന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ, കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഒരുപാട് എരിവാക്കുന്നില്ല, നമ്മൾ പാകത്തിന് ആക്കുന്നു. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തർ പച്ചമല്ലി വറുത്തിട്ടെല്ലാം പൊടിച്ചിട്ടിടും, പട്ടയും അങ്ങനത്തെ ഇതെല്ലാം. അത് പിന്നെ ഈ മസാലപ്പൊടിയിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ആക്കുന്നില്ല. മസാലപ്പൊടിയിൽ അതെല്ലാം ചേർത്തിട്ടാണല്ലോ പൊടിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പം ഇനി ഞാൻ എല്ലാം കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. എല്ലാവരെയും കൂടി ഒന്ന് ഞാൻ ഇളക്കി റെഡിയാക്കട്ടെ. പൊടിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മിക്സീൻ്റെ ജാറും കൂടി കഴുകിയിട്ട് വെള്ളമാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പ് നോക്കട്ടെ, ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി ഞാനിതാ നമ്മളെ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെക്കട്ടെ. പനീർ ഒന്ന് കുക്കാവട്ടെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. ഒന്ന് തുറന്ന് നോക്കാം എന്തായി. ഇപ്പം ഞാൻ നോക്കട്ടെ എന്തായി. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൂട്ടേണ്ട പാകത്തിന് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനും വറ്റിയിട്ട് വരും. അപ്പോൾ നല്ല ചപ്പാത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകൊന്ന് മുറിക്കിയ പോലെ ആക്കിയതാണ്, ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ്. അതും ഒന്നിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്നിങ്ങനെ ഇളക്കട്ടെ. അപ്പം എൻ്റെ പനീർ മസാല ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ, വാവ്. ഞാൻ ഉപ്പെല്ലാം നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട്. വാവ്, അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കുന്നതാണ്, തീ ഓഫാക്കി. അപ്പോൾ ഇതാ എൻ്റെ പനീർ മസാല ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. ബൈ.